നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഏതാണ് എന്നുള്ളതാണ്. നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയിലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. മാത്രവുമല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രവുമല്ല ഇതിൽ ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ റൂമിൽ ലൈറ്റിൻ്റെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ, അത് ലോ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യുന്നതിലൂടെ അത് ഒരുവിധമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രവുമല്ലാതെ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അത് നമുക്ക് ബ്ലർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ വാട്സപ്പ് ഇത് ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൻ്റെ ബീറ്റ ടെസ്റ്റിംഗ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കണം. എന്നാൽ ഇപ്പോൾ ബീറ്റ ടെസ്റ്റിംഗ് ഫുള്ളായതുകൊണ്ട് നമുക്ക് അതിൽ കയറി പറ്റാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ട്രിക്ക് വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇതിൽ അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും നമ്മൾ മുൻപത്തെ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ഇതിൽ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ അതുവഴി അപ്ഡേറ്റ് ചെയ്താൽ മതി. അടുത്തതായി നമുക്ക് ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് വീഡിയോ കോൾ ചെയ്യുക, ഫിൽറ്റർ ആഡ് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കാം. അതിനുവേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ നോക്കുന്നത്, നമുക്ക് ആ ലിങ്കിൽ പോയതിന് ശേഷം നമ്മൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഡൗൺലോഡ്സിൽ പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക. ഡു യു വാണ്ട് ടു അപ്ഡേറ്റ് ദിസ് ആപ്ലിക്കേഷൻ, അപ്ഡേറ്റ്. അപ്പോൾ അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മളുടെ ആ പഴയ വെർഷൻ അപ്ഡേറ്റ് ആവുകയും പിന്നീട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കോളും ഫിൽറ്റേഴ്സും ആഡ് ചെയ്യാനായിട്ടും സാധിക്കുകയും പിന്നീട് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ കോൾ ചെയ്യുകയും ചാറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കോൾ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് കോൾ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ താഴെ മൂന്നാമതായി ബ്യൂട്ടി ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഏറ്റവും താഴെ ഫിൽറ്റേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള രണ്ട് ഓപ്ഷനാണ് താഴെ വന്നിട്ടുള്ളത്. അതിൽ ഫിൽറ്റേഴ്സിൽ നമ്മൾ ഓരോന്നിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പെട്ടെന്ന് ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട്സ് ഇങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അടിപൊളി ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഏറ്റവും മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ലോ ലൈറ്റ് മോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് തൊട്ടപ്പുറത്ത് ടച്ചപ്പ് മോഡും ഉണ്ട്. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മളുടെ പുതിയ അപ്ഡേറ്റിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈ, താങ്ക് യു.